പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്തു പറയും എന്ന് നാം ചിന്തിക്കേണ്ട. ദൈവം നമ്മെക്കുറിച്ച് എന്താണ് പറയുന്നത്, അതാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്ന് സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കുന്നവരും വില കുറച്ച് കാണുന്നവരുമുണ്ട്. ദൈവവിശ്വാസമില്ലാത്ത മക്കളാണ് ദൈവത്തെ തള്ളിപ്പറയുന്നത്. കുറ്റം വിധിക്കുകയും ചെയ്യുന്നത് അവരാണ്. സത്യവചനത്തെ അവർ വില കൊടുക്കുന്നില്ല, അവയെല്ലാം തള്ളിക്കളയുകയാണ്. ഭൂമിയിൽ നാം ചെറുതാകുമ്പോൾ സ്വർഗത്തിൽ നാം വലിയവരായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മിൽ പലരും ലോകത്തിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനായി കഠിനമായ പരിശ്രമവും ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ കയ്യടിക്കും സ്ഥാനമാനങ്ങൾക്കും സൗകര്യങ്ങൾക്കും ആഡംബര ജീവിതത്തിനും ജഡമോഹങ്ങൾക്കുമെല്ലാം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണ് കൂടുതൽ പേരും. ലോകത്തിൻ്റെ വഴിയിലൂടെ മനുഷ്യനെ നയിക്കുന്നത് തിന്മയുടെ ശക്തിയാണ്. ഇവയെല്ലാം നശ്വരങ്ങളാണെന്നും വിശുദ്ധിയുള്ള ഹൃദയത്തിന് മാത്രമേ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നും നാം മനസ്സിലാക്കണം. ലോക മോഹങ്ങളെ നാം ഉപേക്ഷിക്കുമ്പോഴാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത്. 2 തിമോത്തി 4:3 തിരുവചനം പറയുന്നു, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിനു നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. എന്താണ് ഉത്തമമായ പ്രബോധനങ്ങൾ? ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളാണ് ഉത്തമമായ പ്രബോധനങ്ങൾ. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണെന്ന് യോഹന്നാൻ 1:1 പറയുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒരു സാധാരണ വ്യക്തിക്ക് വചനത്തിന് വലിയ താല്പര്യം തോന്നുകയില്ല. യേശു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരുവാൻ ആർക്കും സാധിക്കുക ഇല്ല എന്ന്. ദൈവം നമ്മെ ആകർഷിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോടും ദൈവവചനത്തോടും പ്രത്യേകമായ ഒരു താല്പര്യം ജനിക്കുന്നത്, അഭിനിവേശമുണ്ടാകുന്നത് അപ്പോഴാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ വചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്? 2 തിമോത്തി 3:16-17 തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് അവനെ പ്രാപ്തനാക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അവയെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, പ്രബോധനത്തിനും നമ്മുടെ തെറ്റുകൾ തിരുത്തുന്നതിനും ദൈവിക നീതിയിൽ നാം ജീവിക്കുന്നതിനും വേണ്ടിയാണ്. അത് നാം പ്രായോഗികമാക്കുമ്പോൾ ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് അത് പ്രാപ്തനാക്കുകയും ചെയ്യും. നമ്മുടെ തെറ്റുകൾ നാം അംഗീകരിക്കാത്തതിനാൽ അവ തിരുത്തുവാൻ നാം പരിശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനങ്ങളിൽ താല്പര്യം നമുക്ക് ഉണ്ടാകാത്തത്. കേൾവിക്ക് ഇമ്പമുള്ളവയിലാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അതിനകത്ത് ആവേശം കൊണ്ടിട്ട് നാം അതിന് ചേർന്ന വിധത്തിലുള്ള പ്രബോധനങ്ങളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. വിശുദ്ധിയുള്ളവർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക. വിശുദ്ധിയുള്ളവർക്കാണ് ദൈവത്തെ കാണാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്വർഗത്തിൽ ലക്ഷ്യമാക്കി ജീവിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ വചനം അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവിക ശക്തിയായിട്ട് അനുഭവപ്പെടുകയുള്ളൂ. വിശുദ്ധ ലിഖിതങ്ങൾ നമുക്ക് അറിയാത്തതുകൊണ്ട്, ദൈവത്തിൻ്റെ ശക്തി അറിയാത്തതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും തെറ്റുകൾ പറ്റുന്നത്. അപ്പോൾ സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവിക ശക്തിയാണ് എന്ന ബോധ്യത്തോടെ വചനങ്ങളെ വിനയപൂർവ്വം സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.